നേര്യമംഗലം വാളറ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാത റവന്യൂ ഭൂമിയാണോ അതോ വനം ഭൂമിയാണോ എന്നതിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി. വനം വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തി പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിക്കുന്നത്. സാലി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാലി, സംരക്ഷിത വനഭൂമിയാണെങ്കിൽ അത് ദേശീയപാത നിർമ്മാണം തുടരാമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. എന്തായാലും സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം, പരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അതായത് ഈ ദേശീയപാത നിർമ്മാണം നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആ പ്രദേശം വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരിസ്ഥിതി പ്രവർത്തകൻ നിർമ്മാണം തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും കോടതി നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. സർക്കാർ അതിനൊരു എതിർ സത്യവാങ്മൂലം കൊടുത്തപ്പോൾ സർക്കാർ വ്യക്തമാക്കിയത് ഈ പാത കടന്നു പോകുന്ന ഭാഗം വനഭൂമിയല്ല, അത് റവന്യൂ ഭൂമിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല രാജഭരണകാലം മുതലുള്ള പാതയാണ്, അതാണ് ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ കേസാണ് ഇന്ന് കോടതിയിലെത്തിയത്. പക്ഷേ കോടതി പറഞ്ഞത് അതിലൊരു വ്യക്തതക്കുറവ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്നത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി പരിശോധന നടത്തണം. സർക്കാർ ഇത്തരത്തിലൊരു പരിശോധന നടത്തി പ്രത്യേക ഉത്തരവിറക്കണം എന്നുള്ളതാണ്. ആ പരിശോധന എന്ന് പറയുന്നത് വനഭൂമിയും റവന്യൂ ഭൂമിയും പ്രത്യേകം മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്തതിനു ശേഷം റവന്യൂ ഭൂമിയിൽ നടത്തുക എന്നുള്ളതാണ്. ഇനി അത് വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്ന് തരംതിരിക്കുന്നതിന് വനം വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കണം, ഒരു സമിതി രൂപീകരിക്കണം. ആ സമിതി സംയുക്തമായി പരിശോധന നടത്തി അതിവേഗം തീരുമാനമെടുക്കണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ സംരക്ഷിത വനഭൂമിയിലൂടെ അല്ല ദേശീയപാത കടന്നു പോകുന്നതെങ്കിൽ നിർമ്മാണം തുടരാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.